എല്ലാ പ്രാവശ്യവും എന്റെ കെട്ടിയോൻ ലീവിന് വരുമ്പോൾ ഞങ്ങൾ പുറത്തോട്ടാണ് പോകുന്നത്. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളാവും ഞങ്ങൾ തമിഴ്നാട്ടിലോട്ടാണ് എപ്പോഴും വിസിറ്റിന് പോണത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് നമ്മൾ ഈ വലിയ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇടവിളയായിട്ട് ചെറിയ ചെറിയ കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ ശംഖുമുഖം ബീച്ചിലും വർക്കല ബീച്ചിലും വരും. വർക്കല എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ കേരളത്തിന്റെ മിനി ഗോവയാണ്. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ വർക്കലയിൽ ഇപ്പുറത്തൊരു ബീച്ചുണ്ട് ഗൈസ്, വർക്കല ക്ലിഫ് എന്ന് പറയും. ഞാൻ ഇതുവരെ ക്ലിഫിൽ വന്നിട്ടില്ല. അപ്പൊ ഇക്കായി ഞാനിവിടെ ആദ്യമായിട്ട് ക്ലിഫിൽ വന്നതാണ്. ഈ വീഡിയോയിൽ പല ഭാഗങ്ങളും സെൻസർ ബോർഡിന് കൊടുക്കേണ്ടി വരും ഗൈസ്, അത്രയ്ക്ക് സെൻസർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ 18-ാം പടി കെട്ടാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വരുന്നത് ബീച്ചിലോട്ടാണ്. അപ്പൊ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മൾ സ്ഥിരം വരുന്ന ബീച്ചുള്ളത്. അതും വിട്ടിട്ടാണ് ഇപ്പുറത്തുനിന്ന്. അപ്പൊ വന്നിറങ്ങിയപ്പോ തന്നെ ചത്ത മീനിനെ വീണ്ടും ഐസിലിട്ട് ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയും കണ്ടുകൊണ്ടാണ് വന്നത്. ഇതാണോ ഫ്രഷ് മീൻ? പാവം, അതിൽ കുറെ തക്കാളിയും പച്ചവളമൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കും. അങ്ങനെ ഞങ്ങൾ വന്നു നിന്ന് ഈ ബീച്ചിന്റെ വ്യൂ എടുത്തു കേട്ടോ. അപ്പൊ ഇവിടെയാണ് ദിയ കൃഷ്ണ കൊച്ചിനെയും കൊണ്ടുവന്ന്, 6 മാസം പ്രായമുള്ള കൊച്ചിനെ വ്യൂ കാണിക്കാൻ, അതായത് സീയുടെ വ്യൂ കാണിക്കാൻ കൊണ്ടുവന്ന അതേ സ്ഥലം. അപ്പൊ ഞങ്ങൾ ആ ദിയ കൃഷ്ണ ഇരുന്ന ആ റിസോർട്ടൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ വന്ന പാടെ കണ്ടത് ഒരുത്തന്റെ ചന്തിയാണ്, ഒരു സായിപ്പ് കുട്ടന്റെ ആസനം. അങ്ങനെ ഞങ്ങൾ ആസനസ്ഥരായി അതുവഴി ഉലാത്തുകയാണ്. എന്റെ പൊന്നു പെമ്പിള്ളാരെ, ഭർത്താക്കന്മാരെയും കൊണ്ട് ഇതുവഴിയൊന്നും പോകരുത്. ബിക്കോസ് നമ്മൾ ഇനി എത്ര സുന്ദരിയായിരുന്നാലും അവരുടെ കണ്ണുകൾ വെറുതെ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് ഇവിടത്തെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, ഇത് മിനി ഗോവയാണ്. അപ്പൊ ഇഡലി ചെമ്പിനകത്ത് ഇഡലി അവിച്ച് വെച്ചേക്കും പോലെ കുറേ സായിപ്പും മദാമയും. ആഹാ, നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഈ ബീച്ചിലൊക്കെ വരുമ്പോ ഇങ്ങനെ വരണതാണ് ഗൈസ് നല്ലത്. ഈ വലിച്ചുകാരി തുണി ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ ഊപ്പാട് വരും. ഈ പോണ കുഞ്ഞൻ സായിപ്പ് കുഞ്ഞിനെ കണ്ട, അതിനെ ഞാൻ മൊത്തത്തിൽ കാണിക്കാത്തത്, എന്റെ യൂട്യൂബ് തന്നെ അടിച്ചു പോകും ഗൈസ്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ അതിനെ ബ്ലർ ആക്കിയിട്ട് കാണിച്ചത്. അത് അവിടെ ഒരു തുണിയില്ലാണ്ട് ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോ ഒരു കൊട്ടി എന്തോ മണലിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, മമ്മ ഐ ലവ് യു, അങ്ങനെ എന്തോ ആണ്, മാമ ഐ ലവ് യു, അങ്ങനെ എന്തൊക്കെയാണ്. അത് ഞാൻ നോക്കി. പിന്നെ കടലിൽ വേറെ ഒരുപാട് കാഴ്ചകൾ, മറ്റേ പാരാഗ്ലൈഡിങ് ഇത് അങ്ങനെ തന്നെ എന്തോ അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു സ്ത്രീയായ എനിക്ക് കൂടി നോക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഇതൊക്കെ നമ്മൾ അതിശയപ്പെട്ട് നോക്കണമെന്ന് ചോദിച്ചാ, നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. തീവണ്ടി, ആന, സായിപ്പും മദാമയും, കടല്, ആകാശം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കും, അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ ഒന്ന് നോക്കി, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഞാൻ പറയുമ്പോ എന്റെ കെട്ടിയവൻ പറയുന്നുണ്ട്, നീ മാത്രമല്ല ഞാനും കണ്ടു. നീ കണ്ടതോ എന്തിനാടി എന്നെയും കൂടെ വിളിച്ച് കാണിക്കുന്നതെന്നാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. കാരണം ഞാൻ എന്ത് കണ്ടാലും അപ്പൊ ഇക്കായെ വിളിച്ച് കാണിക്കും. ഇത്രയും വലിയ ഈ കുന്നിന്റെ മണ്ടയിലാണ് റിസോർട്ടുകളൊക്കെ ഉള്ളത് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ ആൾക്കാരാണെങ്കിൽ ഇതിന്റെ ദൃശ്യ ഭംഗിയല്ലേ ആസ്വദിക്കുക. ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ നിന്ന് ചാടിയാൽ പെട്ടെന്ന് സാകുമോ അതോ സന്നം ഭിന്നമാകുമോ എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ ഇവിടുത്തെ മദാമ്മമാർക്ക് ഭയങ്കര ജാടയായിരുന്നു. സാധാരണഗതിയിൽ ഞങ്ങളുടെ പെരുമാത്ര നാട്ടിൽ കൂടെ പോകുന്ന മദാമ്മമാര് നമ്മളെ കാണുമ്പോൾ ഒരു ഹായ് ഒക്കെ തരും. ഒരു വിഷാദ രോഗം ബാധിച്ച അമ്മച്ചി അങ്ങോട്ട് പോകണം, എന്ത് പറ്റിയ ബോയ് ഫ്രണ്ട് പിണങ്ങി കാണും. പക്ഷെ എന്നെ നോക്കി ചിരിച്ചേട്ടാ പാവം. അവൻ ഉടുതുണിയൊക്കെ ഊരി കൈ പിടിച്ചോണ്ടിരുന്നു. ഇതൊക്കെ ആരടാ? ഇതിനെയൊക്കെ ഞാൻ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഗൈസ്. ഹായ് ലവ് ബേർഡ്സ്, എന്ത് പറ്റി? നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾ സമ്മതിച്ചു? എന്ത് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നത്? എന്റെ കുമ്മണാഞ്ചേരിയിൽ അമ്മൂമ്മയെ പോലെ ഉണ്ട്. ആരാണ് കുമ്മണാഞ്ചേരിയിൽ എനിക്ക് അമ്മൂമ്മ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. സാങ്കല്പിക ലോകത്ത് നമുക്ക് അങ്ങനെ ആരൊക്കെ ഉണ്ടാവും. ഞാനൊരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും. ആ ത്രികോണ മധ്യേ 3 പേര് നിന്നുകൊണ്ടാണ്, 3 പേരാകുമ്പോ 3 ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. ഞാൻ ത്രികോണ മധ്യേ മൂലബിന്ദു കുടുങ്ങിക്കിടന്ന ഒരുപാടെണ്ണത്തിന് ഞാൻ കണ്ടു. ഈശ്വരാ, ഈ ബീച്ചിൽ നേരത്തെ വരാതിരുന്നത് എന്തുകൊണ്ട് നന്നായി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മൊത്തം എന്റെ നടത്തമാണ്. ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യൻ എന്റെ പുറകെ നടന്നതൊക്കെ വീഡിയോ എടുക്കണം ഞാൻ കണ്ട. എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ദൈവമേ എന്റെ ആസനം എന്റെ പിന്നാമ്പുറമൊക്കെ എടുത്ത് വെച്ചിരിക്കും. ഈ മനുഷ്യന് വലിയ കാര്യം ഉണ്ടായിരുന്നു, എന്റെ പുറകെ നടന്ന് വീഡിയോ എടുപ്പാനും ചോദിക്കും. ഞാൻ നടന്നു പോയിട്ട് തണ്ട ഇതിൽ നിന്നിട്ട് ഞാനൊരു പാട്ട് പാടും, നങ്കൂരമായി ഇറങ്ങറേ, ആ പാട്ട് പാടാം. ഇതാണ് നങ്കൂരം എന്ന് പറഞ്ഞ സാധനം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഇവിടെ മൊത്തം മണലാണ്. മണല് മാഫിയ ഒന്നും ഇവിടെ വരുന്നില്ലേ. അറബിയും ഒട്ടകോമ്പി മാധവൻ നായരും എന്ന് പറയുന്ന സിനിമയിൽ മുകേഷ് പറയുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാൽ മണല്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ മണല്, എന്തുവാണ് ഇത്? ഇവിടെ മണല് മാഫിയ ഇല്ലേ എന്ന് പറയും പോലെയാണ് ഗൈസ്. ഭയങ്കര കഷ്ടമാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ ഞാൻ താണ്ട്
ഇങ്ങനെ വീണ്ടും മദാമ്മമാരെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഡിസ്പ്ലേയിൽ കുറെ തുണികളൊക്കെ തൂക്കിയിട്ടുണ്ട്. പിന്നെ മദാമ്മമാരെയൊക്കെ നമുക്ക് പറ്റിക്കുമല്ലോ. കാര്യം 100 രൂപയുടെ തുണി നമുക്ക് 500 രൂപയ്ക്ക് വിൽക്കാം. അപ്പൊ ഇവിടെ എന്തായാലും കടക്കാരൊക്കെ നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. മീനിനെയൊക്കെ പച്ച മീനിനെ പിടിച്ച് ഐസിലും പച്ചമുളകും തക്കാളിയൊക്കെ വെച്ചിട്ട് കാണിച്ച് ഫ്രൈ ചെയ്തും ഗ്രില്ലടിച്ചും ഒക്കെ കൊടുക്കും. പിന്നെ ഇവിടെ മസാജിങ് സെന്റർ ഒക്കെ ഉണ്ട്, സ്പാ ഒക്കെ ഉണ്ട്. ഫുൾ റിസോർട്ടാ കേട്ടോ. ഏകദേശം നമ്മുടെ ഒരു കോവളത്തിന്റെ ഒരു ചേച്ചിയായിട്ട് വരും, അല്ല അനിയത്തിയായിട്ട് വരും. കോവളത്തിന്റെ അപ്പുറമാണ്. കോവളത്ത് സോമതീരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെയൊന്നുമല്ല. ഇവിടെ പിന്നെ 2 പീസ് എങ്കിലും ഉണ്ടായിരുന്നു. അവിടെ പിന്നെ വിത്തൗട്ട് ആണ്, എണ്ണയും പുരട്ടി അവിടെ ഉണക്കാൻ വെച്ചേക്കും. അങ്ങനെയൊക്കെയാണ് അവർക്ക്, പിന്നെ അങ്ങനെയാണ്. അപ്പൊ ഞാൻ കുറച്ചു നേരം പിന്നെ ജനിച്ചു വളർന്നപ്പോ തൊട്ട് കാണുന്നതാണ് അറബിക്കടല്. എന്നാലും നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറച്ച് പട്ടി ഷോ കാണിക്കണമല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് ഷോ ഒക്കെ കാണിച്ചു. ഇങ്ങനെ ചുമ്മാ ചുമ്മാ ഈ മലമുകൾ എന്തിനാണോ എന്തോ വീഡിയോ എടുത്തത്. മലമുകളിൽ ആരാണ്? മലമ്പുഴ യക്ഷിയോ? ഛേ, ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമായി പോയി. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ പ്രധാനമായും ഞങ്ങളുടെ ഫോക്കസ് പോയത് ഫോറിനേഴ്സിൽ തന്നെയായിരുന്നു. അയ്യോ ഫോറിനേഴ്സേ ഫോറിനേഴ്സേ എന്നുള്ളത് ഞാൻ ചൂണ്ടി കാണിക്കുന്നത്, ബാഹു നോക്ക് ആ മലമുകളിലോട്ട് വള്ളിയും പിടിച്ച് കയറി പോകാൻ പറ്റുമെന്നാണ് എന്റെ ഭർത്താവിനോട് ഞാൻ ചോദിക്കുന്നത്. എന്റെ കെട്ടിയവൻ പറയണം, നീ തന്നെ എന്റെ ലൈഫിലെ ഏറ്റവും വലിയ വള്ളിയാണ്, ഇനി ഞാൻ ഏത് വള്ളി പിടിക്കാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തം ഭർത്താവിന് മദാമ്മമാരെ കാണിച്ചു കൊടുത്തിട്ട്, നോക്ക് മനുഷ്യ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാര്യ ഈ ഭൂമുഖത്തുണ്ടോ? ഉണ്ടായിരിക്കും, ഒത്തിരി പേരുണ്ടായിരിക്കും. ഞാൻ കാണിച്ചു കൊടുക്കും കേട്ടാ. എനിക്കറിയാം അങ്ങേർക്ക് അതൊക്കെ കാണുമ്പോൾ ചിരിയെ വരുള്ളൂ. ചിരിയെന്ന് വെച്ചാല് എന്താ പറയാ, മീൻസ് നമുക്കൊരു ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കിവിടെ അത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു കൊട്ടാരം കെട്ടണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ നടന്നിട്ടില്ല. അങ്ങനെ ആ മണൽ കൊട്ടാരം എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നന്നായിട്ട് ആ കുട്ടിയെ ചെയ്തിട്ടുണ്ട്. ദൂരെ ഇരുന്ന് നോക്കിയപ്പോ ഏകാന്തപതി കഞ്ഞാൻ എന്ന് പറഞ്ഞൊരു അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അമ്മച്ചി ഒറ്റയ്ക്ക് എന്താണ് അയവിറക്കണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചി നല്ല സ്മോക്കർ ആയിരുന്നു ഗൈസ്. അവിടെ ഇരുന്ന് 2 ഇണക്കുരുവികളായിരുന്നു. ആ ഇണക്കുരുവികൾ അവിടെ എന്തോ പറയുന്നുണ്ട്. ഇവന്മാരെ റീലെടുക്കാൻ വന്നതാണ്. ഇത് തമിഴ് പിള്ളാർസാട്ടോ. വീണ്ടും ഇവിടെ ഇപ്പുറത്ത് ത്രികോണ മധ്യേ മൂലബിംബു കുടുങ്ങി. ഇതാണ്ട ഈ അമ്മച്ചിയാണ്. അയ്യോ സോറി, ഈ അമ്മച്ചിയില്ല, അപ്പുറത്തൊരു അമ്മച്ചിയുണ്ട്. എന്തായാലും ഒരു അമ്മച്ചി സിഗരറ്റ് വലിക്കണ ഞാൻ കണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ സൗണ്ട് കൊടുത്തു വന്നപ്പോഴത്തേക്ക് എല്ലാം ഒരു ആദായിരുന്നു. ആ അന്തസ്സായിട്ട് ഓൾ ദ ഡ്രീംസ് ലൈ തിങ്കിൾ സ്റ്റാർസ് കണ്ടോ. ഓ വലിച്ചു വിടണം. മൂക്കി കൂടെ ഒക്കെ വട്ടമൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു. എന്തൊരു അന്തസ്സായിട്ടെന്ന് അറിയാം. അമ്മച്ചി ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവോ? എന്റെ ശ്വാസകോശത്തിന് വെറും 15 രൂപയുടെ വിലയേ ഉള്ളെന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ നടക്കുന്നത്. വലിച്ചങ്ങ് വിടും. ഏറ്റവും വലിയ വിഡ്ഢികളെന്ന് പറയുന്നത് എന്റെ അറിവിൽ ഈ സിഗരറ്റ് വലിക്കുന്നവരാണ്. കാര്യം അതിന്റെ ഫ്രണ്ടിൽ ഇത്രയും വലിയ സെൻസർ ബോർഡ് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പരസ്യം, സ്റ്റേറ്റട്ടറി വാണിംഗ് എന്നും പറഞ്ഞു വെച്ചിട്ട് അതിൽ ഈ ക്യാൻസറിന്റെ ഏറ്റവും ഭയാനകമായ വേർഷൻ അതിൽ കാണിച്ചിട്ട് വലിക്കുന്ന സിഗരറ്റ് വലിക്കുന്നവന്മാരല്ലേ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാര്. അങ്ങനെ 18ാം പടി കയറുമ്പോൾ എന്നെയും വിളിച്ചോണ്ട് കിട്ടിയുമ്പോൾ ഈ മദാമ്മമാരെയൊക്കെ കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എന്തോരം കറുത്ത ഒരാളാണ്. ബോഡി ഷെയിം ചെയ്യുന്നില്ല, കറുപ്പിലും വെളുപ്പിലും ഒന്നും ഒരു കാര്യമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞതാണ്, നമുക്കൊരു വിചാരം ഉണ്ടാവില്ല നമ്മൾ വെളുത്തതാണെന്ന്. പക്ഷെ ഇവരെ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ വെളുത്തൊന്നും അല്ല. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഒരു കൊച്ചുകുട്ടി, ഒരു സായിപ്പൻകുട്ടി ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് വേറൊരു കൊച്ചിനെ അതുപോലെ അതിന്റെ അച്ഛൻ തുള്ളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാബി ഗേൾ ഇങ്ക ബാബി ഗേൾ. നമ്മൾ അയണ ബാർബി ഗേൾ എന്നാണ് പണ്ട് നമ്മളിത് കേൾക്കുന്നത്. അമ്പമ്പാടി ഹേ ലസ്കമ്പാടി ഹേ ഇങ്ങനെ കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണമെങ്കിൽ. ഞാൻ ഇങ്ങനെയാണ് കേട്ടുള്ളത്. കമ്പമ്പാടി ലസ്കമ്പാടി കമ്പമ്പാടി ലസ്കമ്പാടി കമ്പമ്പാടി ലസ്കമ്പാടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചിനോട് ഡാൻസ് ചെയ്യണമെന്നുണ്ട് കേട്ടോ. ഞാൻ അതിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, അതും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടി. ഞാൻ അതിന് വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് പോലും എന്റെ കെട്ടിയവൻ വീഡിയോ എടുത്ത ഗൈസ്. എന്നെ ഇവിടെ കൊണ്ടിട്ടൊക്കെ അപമാനിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ അപമാനിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയതാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ അതുവഴി സോമതീരം ബീച്ച് വഴി ഞങ്ങൾ വർക്കല ക്ലിഫ് വഴി. ഇതിനൊന്നും തുണി ഇടാൻ വയ്യ. ഊരി കൈ പിടിച്ചുകൊണ്ട് നടന്നു. ബീച്ചിലെ ചൂടും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ വൈകുന്നേരം എന്താണ് ചൂട്. അപ്പൊ കഥയിൽ ചോദ്യമില്ല. അപ്പം സീരിയൽ ബൾബുകൾ കത്തിച്ചിട്ടതുപോലെ ആ സീരിയൽ ബൾബുകൾ തന്നെയാണ് ഗൈസ്. അങ്ങനെ കുറെ ബൾബുകളൊക്കെ കത്തിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ദിയാകൃഷ്ണ ഇരുന്ന റിസോർട്ട് ഇതാണ് ഗൈസ്. ഇവിടെ ഇരുന്നിട്ടാണ് ഓമി ബേബിക്ക്. ഓമി കടല് കണ്ടോ കടല് കണ്ടിട്ട് എത്ര നാളായി. നല്ല വ്യൂ ആണ് അവിടെ ഇരുന്ന കടല് കാണാം. പക്ഷെ ഞങ്ങൾ പോയില്ല, കാര്യം
റിസോർട്ടിൽ കയറുന്ന പൈസ കൊടുക്കണം. ഞങ്ങൾക്ക് പൈസ കൊടുക്കാനായിട്ട് കാര്യമില്ല ഗൈസ്, ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങി പോയി ഡയറക്റ്റ് കാല് നനച്ച് കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ബീച്ചിന്റെ മനോഹരമായ ഒരു വ്യൂ എടുത്തുകൊണ്ട് ആ ഒരു സായം സന്ധ്യയിൽ ഞാനും എന്റെ കെട്ടിയവനും കൂടി വർക്കല ബീച്ചിനോട് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞിട്ട് ഉള്ള റിസോർട്ടുകളും സ്പാ സെന്ററുകളും എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഹിമാലയത്തിലെ കൊടികൾ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ ഹിമാലയത്തിൽ മാത്രം ഞാൻ വീഡിയോസിലൂടെ കണ്ടിട്ടുള്ള കൊടികൾ ഞാൻ നേരിട്ട് കണ്ടത് ഈ സ്പാ സെന്ററിൽ എന്തിനാണ് ഈ കൊടികൾ നിരത്തിയിട്ടേക്കുന്നത്? കഥയിൽ ചോദ്യമില്ല, അതൊക്കെ ആൾക്കാരെ ആകർഷിക്കാനുള്ള അവരുടെ തന്ത്രമാണ്. അങ്ങനെ കുറെ സ്പായും അതും ഇതും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ വൈകുന്നേരം തിരിച്ചു പോകുന്ന വഴിക്ക് രാത്രി ഒരു അമ്പലത്തിന്റെ ഉത്സവവും കണ്ട് അവിടെ നിന്ന് ഒരു കൃഷ്ണനെയും വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ വീട്ടിലോട്ട് തിരിച്ചു പോയി ഗായ്സ്.